2ൻ്റെ മൂന്നാം ഭാഗം പ്രസൻറ്റേഷനാണ് ഇവിടെ നടത്തുന്നത്. 3 ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്. ഒന്ന് ഡിഫെക്ട്സ് ഇൻ കോൺക്രീറ്റ് ആൻഡ് ഇറ്റ്സ് റെമഡിയൽ മെഷേഴ്സ്, രണ്ടാമതായിട്ട് ഡിഫെക്ട്സ് ഇൻ സ്റ്റീൽ ആൻഡ് റീൻഫോഴ്സ്മെൻറ്റ്, മൂന്നാമത്തെ ടോപ്പിക്ക് ഡിഫെക്ട്സ് ഇൻ ഫ്ലോർ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് എന്നതാണ്. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസസ് ഓഫ് ഡിഫെക്ട്സ് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിലുള്ള ഡിഫെക്ട്സിനെ 2 സ്റ്റേറ്റിലുള്ള ഡിഫെക്ട്സ് ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫ്രഷ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള കോൺക്രീറ്റിൻ്റെ ഡിഫെക്ട്സ് എന്തൊക്കെയാണ്, മറ്റൊന്ന് ഹാർഡൻ സ്റ്റേറ്റ്, അതായത് കോൺക്രീറ്റ് സെറ്റായതിനു ശേഷം കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ഡിഫെക്ട്സ് എന്തൊക്കെയാണ്. ഇങ്ങനെയാണ് 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ സ്ലൈഡിൽ ഫ്രഷ് സ്റ്റേറ്റിലുള്ള ഡിഫെക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇംപ്രോപ്പർ ബാച്ചിങ് ആൻഡ് മിക്സിങ്. ബാച്ചിങ് എന്ന് പറയുന്നത് കോൺക്രീറ്റിലെ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊപ്പോർഷനിങ്ങിനെയാണ് ബാച്ചിങ് എന്ന് വിളിക്കുന്നത്. ബാച്ചിങ് റെഫേഴ്സ് ടു പ്രൊപ്പോർഷനിങ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് മിക്സിങ് മീൻസ് ഹോമോജനൈസിങ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിലുള്ള ഘടകങ്ങളെ ഒരുപോലെ യൂണിഫോമായിട്ട് മിക്സ് ചെയ്യുന്നതിനെയാണ് മിക്സിങ് എന്ന് റെഫർ ചെയ്യുന്നത്. അതിലുള്ള പ്രോബ്ലംസ്, അതായത് ബാച്ചിങ് അഥവാ പ്രൊപ്പോർഷനിങ് യഥാർത്ഥത്തിലെ മിക്സ് ഡിസൈൻ അനുസരിച്ച് അല്ലാതിരിക്കുക, രണ്ടാമത് മിക്സിങ് പ്രോപ്പറായിട്ട് അല്ലാതിരിക്കുക. രണ്ടാമത്തെ ഒരു ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ കോമ്പാക്ഷൻ വിൽ കോസ് ഹണികോമ്പിങ്. ഹണികോമ്പിങ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിനകത്ത് വോയിഡ്സ് ഫോം ചെയ്യുന്നതിനെയാണ് ഹണികോമ്പിങ് എന്ന് പറയുന്നത്. കോൺക്രീറ്റിനെ ഡെൻസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോമ്പാക്ഷൻ എന്ന് വിളിക്കുന്നത്. കോമ്പാക്ഷൻ്റെ അപര്യാപ്തത മൂലം, പ്രോപ്പറായിട്ട് കോമ്പാക്ഷൻ നടത്താത്തത് മൂലം കോൺക്രീറ്റിനകത്ത് ഹണികോംസ് അല്ലെങ്കിൽ വോയിഡ്സ് ഫോം ചെയ്യുന്നതാണ് രണ്ടാമത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിഫെക്റ്റ്. മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. വർക്കബിലിറ്റി കൂട്ടുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമായി സാധാരണയായി പ്രോജക്റ്റ് സൈറ്റുകളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടി പോകുന്നത്. കോൺക്രീറ്റിൻ്റെ ഫ്ലോബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വർക്കേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ വെൻ ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ് ദ കംപ്രസീവ് സ്ട്രെങ്ത് വിൽ ഡിക്രീസ്. ഒരു എസ്റ്റേപ്പ് കർവ് പോലെയുള്ള ഒരു കർവാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോയും കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ ഇതിനെയാണ് ഡഫ് അബ്രഹാംസ് ലോ എന്ന് വിളിക്കുന്നത്. വെൻ ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ് കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസസ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ അല്ല, ഒരു എസ്റ്റേപ്പ് കർവാണ്. വളരെയധികം വേരിയേഷൻസ് വരും വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് സെഗ്രിഗേഷൻ ആണ്. എന്നിരുന്നാലും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. സെഗ്രിഗേഷൻ എന്നാൽ സെപ്പറേറ്റിംഗ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് സിമെൻറ്റിംഗ് മെറ്റീരിയൽ, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കോൺക്രീറ്റിനകത്തുള്ളത്. ഇത് ഏതെങ്കിലും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായോ വേർപെട്ട് പോകുന്നതിനെയാണ് സെഗ്രിഗേഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണയായി കോൺക്രീറ്റിലുണ്ടാകുന്ന സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ്, അതായത് ബ്രോക്കൺ സ്റ്റോണും മാട്രിക്സ്, അതായത് മോർട്ടാർ. കോഴ്സ് അഗ്രിഗേറ്റും മോർട്ടാറും സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു സെഗ്രിഗേഷൻ. അതുപോലെ ഉള്ള മറ്റൊരു സെഗ്രിഗേഷനാണ് ബ്ലീഡിങ്. കോൺക്രീറ്റിനകത്തുനിന്ന് സിമെൻറ്റ് ഗ്രൗട്ട്, വെള്ളവും സിമെൻറ്റും കൂടിയിട്ടുള്ള സിമെൻറ്റ് ഗ്രൗട്ട് ഊസ് ഔട്ട് ചെയ്ത് പുറത്ത് വരുന്നതിനെയാണ് ബ്ലീഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മാട്രിക്സും കോഴ്സ് അഗ്രിഗേറ്റും തമ്മിലുള്ള സെഗ്രിഗേഷനിലൊരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്നതാണ്, മറ്റൊന്ന് ഹയർ ഹൈറ്റിൽ നിന്ന് കോൺക്രീറ്റ് പോർ ചെയ്യുകയാണെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റും മാട്രിക്സും വേർപിരിയുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ഹൈറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റിൽ നിന്ന് കോൺക്രീറ്റ് ഡ്രോപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ കോൺക്രീറ്റ് പോർ ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗ്രേറ്റർ ഡെപ്തിലേക്ക് അല്ലെങ്കിൽ ഗ്രേറ്റർ ഹൈറ്റിലേക്ക് കോൺക്രീറ്റ് കൺവേ ചെയ്യേണ്ടി വരുമ്പോൾ ട്രമ്മി പൈപ്പ് ഉപയോഗിക്കുന്നത്. സെഗ്രിഗേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രമ്മി പൈപ്പിൽ കൂടെ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോഴാണ് പ്രധാനമായിട്ടും ബ്ലീഡിങ് വരുന്നത്. അതല്ലെങ്കിൽ ഓവർ കോമ്പാക്ഷൻ വരുമ്പോഴും ബ്ലീഡിങ് വരും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് വാട്ടർ. റോ മെറ്റീരിയലായിട്ട് വരുന്നത് ഒന്ന് സിമെൻറ്റിംഗ് മെറ്റീരിയലാണ്, അതായത് OPC അല്ലെങ്കിൽ PPC, മറ്റൊന്ന് ഫൈൻ അഗ്രിഗേറ്റ്, മറ്റൊന്ന് കോഴ്സ് അഗ്രിഗേറ്റ്, പിന്നെയുള്ളത് വാട്ടറാണ്. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിന് ക്വാളിറ്റി കുറവാണെങ്കിൽ അത് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. പിന്നീട് വരുന്നൊരു ഘടകം എന്ന് പറയുന്നത് പുവർ വർക്ക്മാൻഷിപ്പാണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്ലാസ്റ്റിസിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. വെറ്റ് സ്റ്റേറ്റിലെ അഥവാ ഫ്രഷ് സ്റ്റേറ്റിലെ വളരെയധികം പ്ലാസ്റ്റിസിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ പ്ലേസ് ചെയ്യുകയും ഫിനിഷ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ കോൺക്രീറ്റ് വിൽ ഹാവ് എ വെരി പുവർ ക്വാളിറ്റി. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊട്ട് മുന്നിലത്തെ സ്ലൈഡിൽ പറഞ്ഞ കോൺക്രീറ്റിൻ്റെ
ഫ്രഷ് സ്റ്റേറ്റിലുള്ള പ്രോബ്ലംസിൻ്റെ റെമഡിയൽ മെഷേഴ്സാണ്. അതല്ലെങ്കിൽ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡാപ്റ്റ് വെയ് ബാച്ചിങ് ദാൻ വോളിയം ബാച്ചിങ് ബൈ സ്റ്റാൻഡേർഡ് മിക്സ് ഡിസൈൻ പ്രൊസീജിയർ. മിക്സ് ഡിസൈൻ പ്രൊസീജിയറിലെല്ലാം വെയ്റ്റ് ബാച്ചിങ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ നിർമ്മാണ പ്രവൃത്തികൾക്കെല്ലാം സൈറ്റുകളിൽ വോളിയം ബാച്ചിങ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് പരമാവധി സാധ്യമായ ഇടങ്ങളിലെല്ലാം വെയ്റ്റ് ബാച്ചിങ് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. വോളിയം ബാച്ചിങ് അഡോപ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ബോക്സായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 35 ലിറ്റർ, അതായത് 0.035 m³ വോളിയം വരുന്ന ഒരു ബോക്സാണ്. ഈ 0.035 m³ അഥവാ 35 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് 1 ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ, അതായത് 50 kg സിമെൻറ്റിൻ്റെ വോളിയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ചാക്ക് സിമെൻറ്റിനുള്ള പ്രപ്പോർഷനാണ് സൈറ്റുകളിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വോളിയത്തിന് തത്തുല്യമായിട്ടുള്ളൊരു ബോക്സാണ് നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്നത്. വോളിയം ബാച്ചിങ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ബോക്സ് വെച്ച് ആ വോളിയത്തെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേയും കൂടി ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ആസ്പെക്റ്റ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് വൈബ്രേറ്റേഴ്സ് ഫോർ കോമ്പാക്ഷൻ എന്നതാണ്. പലതരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് നമുക്ക് ലഭ്യമാണ്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നീഡിൽ വൈബ്രേറ്ററാണ്. കോളം, ബീം, സ്ലാബ് ഇവയ്ക്കെല്ലാം നീഡിൽ വൈബ്രേറ്ററാണ് ഉപയോഗിക്കുന്നത്. നീഡിൽ വൈബ്രേറ്റർ തന്നെ പല ഡയമീറ്ററിൽ ഉള്ളതുണ്ട്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയമീറ്റർ സെലക്ട് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻജിൻ കപ്പാസിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റോഡ് അല്ലെങ്കിൽ പേവ്മെൻറ്റ്, വിശാലമായിട്ടുള്ള സർഫസ് വൈബ്രേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്ലാറ്റ്ഫോം വൈബ്രേറ്ററാണ് ഉപയോഗിക്കുന്നത്. പ്രീകാസ്റ്റ് മെമ്പേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിനാണ് ടേബിൾ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ ലാബുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായി ടേബിൾ വൈബ്രേറ്ററാണ്. നെക്സ്റ്റ് അഡോപ്റ്റ് അപ്രോപ്രിയേറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. എത്രയാണ് മിക്സ് ഡിസൈനിൽ പറഞ്ഞിരിക്കുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ടർ സിമെൻറ്റ് റേഷ്യോ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സാധാരണയായി സൂപ്പർ പ്ലാസ്റ്ററൈസേഴ്സ് ഉപയോഗിക്കുന്നത്. സൂപ്പർ പ്ലാസ്റ്ററൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് വർക്കബിലിറ്റി ലഭിക്കും. വർക്കബിലിറ്റിക്ക് വേണ്ടി വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യം ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സൂപ്പർ പ്ലാസ്റ്ററൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് വളരെ കൃത്യമായി നമ്മൾ വിലയിരുത്തണം. ഇത് വളരെയധികം സിമെൻറ്റ് സ്പെസിഫിക്കാണ്. ഓരോ സൂപ്പർ പ്ലാസ്റ്ററൈസറും ഓരോ ബ്രാൻഡ് സിമെൻറ്റിനും വേണ്ട ഡോസേജ് ഡിഫറൻ്റാണ്. അതുകൊണ്ട് ട്രയലായിട്ട് എത്രയാണ് ഓപ്റ്റിമലായിട്ടുള്ള സൂപ്പർ പ്ലാസ്റ്ററൈസറിൻ്റെ ഡോസേജ് എന്ന് നിർണ്ണയിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നെക്സ്റ്റ് ഈസ് യൂസ് ഓഫ് സൂപ്പർ പ്ലാസ്റ്ററൈസർ ഫോർ കൺട്രോൾ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഈ കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രോപ്പറായിട്ടുള്ള ഡോസേജ് തീരുമാനിക്കുക, പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് തീരുമാനിക്കുക, അതിനനുസരിച്ച് സൂപ്പർ പ്ലാസ്റ്ററൈസേഴ്സ് സെലക്ട് ചെയ്യുക. സാധാരണയായി നമ്മളിവിടെ ഉപയോഗിക്കുന്ന സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് 2 കാറ്റഗറിയിലാണ് പെടുന്നത്. ഒന്ന് SNF, സൾഫോ നാഫ്തലിൻ ഫോർമാൽഡിഹൈഡ്, അതിനെയാണ് SNF എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് ഈതർ ബേസ്ഡ്, പോളി കാർബോക്സിലേറ്റ് ഈതർ, PCE ബേസ്ഡ്. അപ്പോൾ SNF ബേസ്ഡ് വേണോ PCE ബേസ്ഡ് വേണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹയർ വർക്കബിലിറ്റിക്ക് വേണ്ടിയെടുത്തും സെൽഫ് കോമ്പാക്ഷൻ ക്വാണ്ടിറ്റി മുതലായവയ്ക്കും PCE ബേസ്ഡ് സൂപ്പർ പ്ലാസ്റ്ററൈസറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിന് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഒരു M25 വരെയുള്ള ഗ്രേഡ് ക്വാണ്ടിറ്റിന് SNF ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ പ്ലാസ്റ്ററൈസർ മതിയാകും. അടുത്തത് ട്രമ്മി പൈപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൈലിന് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ട്രമ്മി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി നടത്തുന്നത്. അതുപോലെ ഉയരത്തിലേക്ക് ക്വാണ്ടിറ്റി പമ്പ് ചെയ്യേണ്ട സാഹചര്യത്തിലും ട്രമ്മി പൈപ്പ് ഉപയോഗിച്ച് ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ സെഗ്രഗേഷൻ പരമാവധി നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ക്വാണ്ടിറ്റി പോർ ചെയ്യുന്നതിനുള്ള പൈപ്പിനെയാണ് ട്രമ്മി പൈപ്പ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു കാര്യം എൻഷുവർ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ദ മെറ്റീരിയൽസ് എന്നുള്ളതാണ്. മെറ്റീരിയൽസ് എല്ലാം വളരെ അധികം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓരോ മെറ്റീരിയലിനും പ്രത്യേകം ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളുണ്ട്. അത് ഇവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ അത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് വിതിൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് എൻഷുർ ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പും വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വാണ്ടിറ്റി പ്ലാസ്റ്റിക് ഷീറ്റിൽ ആയിരിക്കുമ്പോൾ അതിനെ പ്ലേസ് ചെയ്യുകയും അതിനെ ഫിനിഷ് ചെയ്യുകയും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റിൻ്റെ ക്വാളിറ്റിയിൽ, വർക്ക്മാൻഷിപ്പിൽ, കോമ്പാക്ഷനിൽ, ഫിനിഷിങ്ങിൽ ഒക്കെ വർക്ക്മാൻഷിപ്പിൽ വളരെ പ്രധാനമായ പങ്ക് ഉണ്ട്. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസസ് ഓഫ് ഡിഫക്ട്സ് ഇൻ കോൺക്രീറ്റ് ഇൻ ദ ഹാർഡൻ സ്റ്റേറ്റ്. കോൺക്രീറ്റ് സെറ്റായതിനു ശേഷം കോൺക്രീറ്റിൽ
സാധാരണയായി കാണുന്ന ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഇൻസഫിഷ്യൻറ്റ് ആൻഡ് അൺടൈംലി ക്യൂറിങ് പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്ന, അതല്ലെങ്കിൽ വേണ്ട ഗൗരവം നൽകാത്ത ഒരു പ്രവൃത്തിയായിട്ടാണ് സാധാരണ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതായത് കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് 1/3 ആയിട്ടാണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് 1/3 സ്ട്രെങ്ത് 33% ഓഫ് ദി എക്സ്പെക്റ്റഡ് കംപ്രസീവ് സ്ട്രെങ്ത് 3 days കൊണ്ട് അച്ചീവ് ചെയ്യും. 66% അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജാണ് പറയുന്നത്. 66 to 70% 7th day അച്ചീവ് ചെയ്യും. ബാക്കിയുള്ള റിമൈനിങ് സ്ട്രെങ്ത്ത്, ബാക്കിയുള്ള 33% അല്ലെങ്കിൽ 30% ആണ് റിമൈനിങ് 7 days തൊട്ട് 28 days വരെയുള്ള സമയം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത്. സോ ക്യൂറിങ് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദി ഏർലി ഡേയ്സ്. ആദ്യത്തെ 7 ദിവസം കഴിയുമ്പോഴേക്കും ഏതാണ്ട് 66-70% കംപ്രസീവ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് വേണ്ട രീതിയിൽ ക്യൂറിങ് നടത്തിയില്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദി കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് എസ്പെഷ്യലി ദ ഡ്യൂറബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. നെക്സ്റ്റ്, കാർബണേഷൻ, സൾഫൈറ്റ് അറ്റാക്ക്, ക്ലോറൈഡ് അറ്റാക്ക് എന്നീ 3 പ്രശ്നങ്ങളാണ്. കാർബണേഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിന് ഒരു എയർ പോറോസിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടെ എയർ കിടക്കും. എയറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കോൺക്രീറ്റിനകത്തുള്ള ഫ്രീ ലൈമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ഇങ്ങനെ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൺക്രീറ്റിൻ്റെ pH ലോവർ ചെയ്യും. കോൺക്രീറ്റിൻ്റെ pH ലോവർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൽക്കലൈനിറ്റി കുറയുക എന്നാണ് അർത്ഥം. അങ്ങനെ കോൺക്രീറ്റിൻ്റെ ആൽക്കലൈനിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം റെയിൻഫോഴ്സ്മെൻറ്റ് കൊറോഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൾഫൈറ്റ് അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എട്രിങ്കേറ്റ് ഫോർമേഷനാണ്. എട്രിങ്കേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പാൻസീവ് മെറ്റീരിയലാണ്. അത് കോൺക്രീറ്റിനകത്ത് ഫോം ചെയ്യുന്നതോടുകൂടി കോൺക്രീറ്റിന് സ്വെല്ലിംഗ് വരികയും തന്മൂലം കോൺക്രീറ്റിൻ്റെ സൗണ്ട്നെസ് നഷ്ടപ്പെടുകയും കോൺക്രീറ്റിൻ്റെ ഔട്ടർ കവർ, അതിനെ കവർ ക്രീറ്റ് പാളി ചെയ്ത് പോവുകയും റെയിൻഫോഴ്സ്മെൻറ്റ് എക്സ്പോസ്ഡ് ആവുകയും തന്മൂലം കൊറോഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൾഫൈറ്റ് അറ്റാക്ക് പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ സൗണ്ട്നെസ്സിനെയാണ്. മറ്റൊന്ന് ക്ലോറൈഡ് അറ്റാക്ക്. ഇത് നമ്മളുടെ കോസ്റ്റൽ ബെൽറ്റിലുള്ള കെട്ടിടങ്ങൾക്ക് സാധാരണ സംഭവിക്കുന്നതാണ്. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന മൈക്രോ ക്ലൈമറ്റ് അല്ലെങ്കിൽ മൈക്രോ എൻവയൺമെൻറ്റ്, അതായത് ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ ക്ലോറൈഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ക്ലോറൈഡ് അയോൺസ് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യുകയും അങ്ങനെ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കൊറേഷൻ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാർബണേഷനും സൾഫൈറ്റ് അറ്റാക്കും ക്ലോറൈഡ് അറ്റാക്കും പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. പരമാവധി ഇംപെർമിയബിളായി കോൺക്രീറ്റ് നിർമ്മിക്കാൻ ശ്രമിച്ചാലേ ഈ 3 പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ആൽക്കലി അഗ്രഗേറ്റ് റിയാക്ഷൻ. കോൺക്രീറ്റിനകത്ത് വിവിധ തരത്തിലുള്ള ആൽക്കലികളുണ്ട്. ഈ അഗ്രഗേറ്റിനകത്ത് ഫ്രീ സിലിക്കയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അഗ്രഗേറ്റിനകത്തുള്ള ഫ്രീ സിലിക്കയും കോൺക്രീറ്റിനകത്തുള്ള ആൽക്കലികളെയും റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് ആൽക്കലി അഗ്രഗേറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്, അഥവാ ആൽക്കലി സിലിക്ക റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ്. ക്രീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിനുണ്ടാകുന്ന ഡിഫോർമേഷൻ അണ്ടർ സസ്റ്റെയിൻ ലോഡ് ഈസ് നോൺ ആസ് ക്രീപ്പ്. ഇതിനെയാണ് ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു സസ്റ്റെയിൻ ലോഡിങ് കാരണം കൊണ്ട് കോൺക്രീറ്റിലുണ്ടാകുന്ന ഒരു ഡിഫോർമേഷനാണ് ക്രീപ്പ്. ഷ്രിങ്കേജ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ഷ്രിങ്കേജ്, അതായത് കോൺക്രീറ്റിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് വെറ്റ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ഹാർഡൻ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് ഷ്രിങ്കേജ്. നെക്സ്റ്റ് ഈസ് കൊറോഷൻ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്. പല കാരണങ്ങളാൽ കോൺക്രീറ്റിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് കൊറോഡ് ചെയ്തു പോകുന്നതാണ് മറ്റൊരു പ്രശ്നം. നെക്സ്റ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് വഹിക്കുവാനുള്ള കഴിവുണ്ടെങ്കിലും ടെൻസൈൽ സ്ട്രെങ്ത് വഹിക്കാനുള്ള കഴിവ് താരതമ്യേന കുറവാണ്. കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 1/10 അല്ലെങ്കിൽ 1/12 സ്ട്രെങ്ത് മാത്രമേ ടെൻസൈൽ സ്ട്രെങ്ത് ആയിട്ടുള്ളൂ. അതുകൊണ്ട് കോൺക്രീറ്റിനെ റെയിൻഫോഴ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വെൻ ദ കോൺക്രീറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ്, ദ കോൺക്രീറ്റ് നീഡ് ടു ബി റെയിൻഫോഴ്സ്ഡ് വിത്ത് സ്റ്റീൽ. അപ്പോൾ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ വേണ്ട രീതിയിലുള്ള ഒരു ബോണ്ട് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അത് ഈ സ്ട്രെസ്സസിൻ്റെ ട്രാൻസ്ഫറിനെ കാര്യമായിട്ട് ബാധിക്കും. നെക്സ്റ്റ് ഈസ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ഡ്യൂ ടു ഡൈനാമിക് ഫോഴ്സസ്. ഇത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് എല്ലാം സ്റ്റാറ്റിക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഷോക്കും വൈബ്രേഷൻ കാരണം കൊണ്ട് ഈ ഡൈനാമിക് ഫോഴ്സ് ഉത്ഭവിക്കുകയും അത് സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടാക്കുകയും അഥവാ ക്രാക്കുകൾ ഉണ്ടാക്കുകയും സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്തിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് ലീച്ചിങ്, ഫ്രീസിങ് ആൻഡ് തോയിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റിനകത്ത് സെറ്റായി കഴിഞ്ഞാലും ഫ്രീ ലൈം ഉണ്ടായിരിക്കും. കോൺക്രീറ്റിനകത്തുള്ള ഈ ഫ്രീ ലൈം വെള്ളത്തിൻ്റെ പെർമിയബിലിറ്റി മൂലം
പുറത്തേക്ക് ഊസ് ഔട്ട് ചെയ്ത് വരുന്നതിനെയാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ലീക്കുള്ള ഇടങ്ങളിൽ സൺഷെയ്ഡിലോ അല്ലെങ്കിൽ റൂഫ് സ്ലാബിലോ വൈറ്റ് പാച്ചസ് പലപ്പോഴും കാണാം. ഇത് കോൺക്രീറ്റിനകത്തുള്ള ഫ്രീ ലൈം ലീച്ച് ചെയ്ത് പുറത്തു വരുന്നതാണ്. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിനകത്തുള്ള ഫ്രീ ലൈം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് പുറത്തു വരുന്നതിനെയാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്രീസിങ് ആൻഡ് തോയിങ്. ഇത് സബ്സീറോ ടെമ്പറേച്ചർ വരുന്ന ഇടങ്ങളിലാണ് ഫ്രീസിങ് ആൻഡ് തോയിങ്ങിൻ്റെ പ്രശ്നം വരുന്നത്. ഇന്ത്യയിലെ കാശ്മീർ പോലെ ഹിമാലയൻ റീജിയനിലാണ് ഫ്രീസിങ് തോയിങ്ങിൻ്റെ പ്രശ്നം വരുന്നത്. കോൺക്രീറ്റിനകത്ത് വോയിഡ്സ് ഉണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം പെർമിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പെർമിയേറ്റ് ചെയ്യുന്ന വെള്ളം ലോ ടെമ്പറേച്ചർ വരുമ്പോൾ ഫ്രീസ് ആവുകയും ഐസായി മാറുന്നത് മൂലം വോളിയം ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ടായി കോൺക്രീറ്റിനകത്ത് ക്രാക്ക് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രാക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ടൈമിൽ ടെമ്പറേച്ചർ എബവ് 0 ഡിഗ്രി വരുമ്പോൾ വീണ്ടും ഈ ഐസ് ഉരുകി വെള്ളമായി തീരുകയും കൂടുതൽ വെള്ളം ഈ ക്രാക്കുകളിലേക്ക് ഇറങ്ങുകയും രാത്രി കാലങ്ങളിൽ വീണ്ടും ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴെ പോകുമ്പോൾ ഐസ് ഫോർമേഷൻ നടക്കുകയും വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വെഡ്ജിങ് എഫക്റ്റാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അങ്ങനെ കോൺക്രീറ്റിലുള്ള ക്രാക്കുകൾ കൂടുതലായി എക്സ്പാൻഡ് ചെയ്യുകയും സ്ട്രക്ചറിന് ഡാമേജ് വരികയുമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അബ്രേഷൻ, വെയർ ആൻഡ് ടയർ ആൻഡ് ഫാറ്റ്യൂഗ്. അബ്രേഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കാരണം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഹാർഡ്നെസ് കുറയുമ്പോഴാണ് ഈ അബ്രേസീവ് പ്രോബ്ലംസ് വരുന്നത്. പ്രത്യേകിച്ച് ബ്രിഡ്ജിൻ്റെ ടോപ്പ് അങ്ങനെയുള്ള സർഫസിൽ വാഹനങ്ങളുടെ ടയറും ബ്രിഡ്ജിലുള്ള കോൺക്രീറ്റുമായി അബ്രേഷൻ ഉണ്ടാവും. റോഡ് സർഫസുകളിൽ കോൺക്രീറ്റ് റോഡിൻ്റെ സർഫസിലെല്ലാം അബ്രേഷൻ ഉണ്ടാവും. ഈ അബ്രേഷൻ കാരണം കൊണ്ടാണ് വെയർ ആൻഡ് ടയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഹാർഡ്നെസ് കുറഞ്ഞ സർഫസിലാണ് അബ്രേഷൻ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ബ്രിഡ്ജ് പോലെയുള്ള RCC സ്ട്രക്ചേഴ്സിൽ ഈ അബ്രേഷൻ മൂലമുണ്ടാകുന്ന ഡാമേജിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു വെയറിംഗ് കോഴ്സ് നൽകുകയാണ് ചെയ്യുന്നത്. ബ്രിക്കിൻ്റെ ഡെക്ക് സ്ലാബിൻ്റെ മുകളിലായി ഒരു വെയറിംഗ് കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രിഡ്ജിൻ്റെ ടോപ്പിലുണ്ടാകുന്ന വെയർ ആൻഡ് ടയർ സ്ട്രക്ചറൽ കോൺക്രീറ്റിനെ ബാധിക്കുന്നില്ല. മറ്റൊന്ന് ഫാറ്റ്യൂഗാണ്. ഫാറ്റ്യൂഗ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് കാരണം ഉണ്ടാകുന്ന ഫെയിലിയറിനെയാണ് ഫാറ്റ്യൂഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ബീം പോലെയുള്ള സ്ട്രക്ചേഴ്സ് റോളിംഗ് ലോഡ് കാരണം കൊണ്ട് ഓൾവേസ് സബ്ജക്റ്റഡ് ടു സൈക്ലിക് റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ്. വെറെവർ ദർ ഇസ് എ റോളിംഗ് ലോഡ് ദ സ്ട്രക്ചർ ഈസ് സബ്ജക്റ്റഡ് ടു സൈക്ലിക് റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫാറ്റ്യൂഗ് ഫെയിലിയറിനും കോൺക്രീറ്റിൽ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് എൻവയറമെൻ്റൽ ഓർ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് സച്ച് ആസ് സൺ, റെയിൻ, എയർ പൊല്യൂഷൻ, ആസിഡ് റെയിൻ എക്സെട്ര. ഈ പറയുന്ന ഘടകങ്ങളെല്ലാം കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെ തന്നെ അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയും കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളെയാണ് എക്സ്പോഷർ കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കോസ്റ്റൽ ബെൽറ്റിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ കേരളത്തിലെ ഉടനീളം കോസ്റ്റൽ ബെൽറ്റിൽ തീരപ്രദേശത്ത് ഈ എക്സ്പോഷർ കണ്ടീഷൻ മൂലമുണ്ടാകുന്ന കോൺക്രീറ്റിൻ്റെ ഡിറ്റീരിയറേഷൻ വളരെ ഫാസ്റ്റാണ്. നെക്സ്റ്റ് ഈസ് ഫയർ, തെർമൽ സ്ട്രെസ്സസ് എക്സെട്ര. സാധാരണയായിട്ട് 200 ഡിഗ്രി വരെ ഉള്ള ടെമ്പറേച്ചർ കോൺക്രീറ്റിനെ കാര്യമായി ബാധിക്കാറില്ല. 200 ഡിഗ്രിയിൽ അധികരിക്കുമ്പോൾ അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഡിക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും. 600 ഡിഗ്രിയിൽ കവിഞ്ഞു പോയാൽ ഈ ഫയർ മൂലം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം മൂലം ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസ് കടന്നു പോവുകയാണെങ്കിൽ കോൺക്രീറ്റും റെയിൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള ബോണ്ടിനെ കാര്യമായിട്ട് ബാധിക്കും. റെയിൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും, കോൺക്രീറ്റിനെ കമ്പാരിറ്റീവ്ലി ലെസർ ആയിരിക്കും തെർമൽ എക്സ്പാൻഷൻ. അതുകൊണ്ട് തന്നെ റെയിൻഫോഴ്സ്മെൻറ്റും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ട് നഷ്ടപ്പെടുകയും കോൺക്രീറ്റിൽ ക്രാക്ക് വരികയും സംഭവിക്കുന്നു. നെക്സ്റ്റ് ഈസ് നാച്ചുറൽ കലാമിറ്റീസ്. നാച്ചുറൽ കലാമിറ്റീസ് തന്നെയാണ് മുകളിൽ സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പ്രത്യേകം വിവക്ഷിക്കുന്നത് ഫ്ലഡ്, അതുപോലെ എർത്ത് വേക്ക് എന്നീ കാര്യങ്ങളാണ്. ഇതും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇൻറ്റൻഷണൽ അറ്റാക്ക്, അതായത് ഒരു ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ഇൻറ്റൻഷനായിട്ടുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റോ സംഭവിക്കുമ്പോൾ അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കാര്യമായിട്ട് ബാധിക്കും. ഈ യുദ്ധമുന്നണികളിലെല്ലാം സ്ട്രക്ചേഴ്സിൻ്റെ സ്ട്രെങ്ത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇൻറ്റൻഷണലായിട്ടുള്ള അറ്റാക്ക്. ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സ്ലൈഡിലെ കോൺക്രീറ്റിൻ്റെ ഹാർഡൻ സ്റ്റേറ്റിൽ പറഞ്ഞ പ്രോബ്ലംസിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സും റെമഡിയൽ മെഷേഴ്സുമാണ്. ഒന്ന്, എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് ദി മെറ്റീരിയൽസ് ഓഫ് ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം ക്വാളിറ്റി വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ യൂസ് സ്പെഷ്യൽ സിമെൻറ്റ് ഓർ സ്യൂട്ടബിൾ അഡ്മിക്സ്ചേഴ്സ്. ചില പ്രത്യേക പർപ്പസുകൾക്ക്, പ്രത്യേകിച്ച് സൾഫൈറ്റ് റെസിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറൈൻ എൻവയൺമെൻറ്റിൽ ചില പ്രത്യേക തരം സിമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും.
ഇപ്പോൾ സൾഫേറ്റ് റെസിസ്റ്റൻസിന് വേണ്ടിയാണ് സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഹൈ അലുമിന സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ മറൈൻ എൻവയൺമെൻറ്റിലെ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സിമെൻറ്റ് എന്ന് പറയുന്നത് സ്ലാഗ് സിമെൻറ്റാണ്. അപ്പോൾ ഒന്നെങ്കിൽ മറൈൻ എൻവയൺമെൻറ്റിൽ നമുക്ക് സ്ലാഗ് സിമെൻറ്റ് ഉപയോഗിക്കാം, അതുപോലെ സൾഫേറ്റ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഫ്ലൈ ആഷ് ബേസ്ഡ് ആയിട്ടുള്ള PPC ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന അഡ്മിക്സ്ചേഴ്സ് നമുക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് ലഭ്യമാകുന്നതാണ്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർ മിക്സ് ഡിസൈൻ യൂസിങ് ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ്. ഒരു സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ഉപയോഗിച്ചുള്ള ഒരു മിക്സ് ഡിസൈനാണ്. അപ്പോൾ വേണ്ട രീതിയിൽ കെയർ എടുത്തുകൊണ്ടൊരു പ്രോപ്പറായിട്ടുള്ള മിക്സ് ഡിസൈൻ നടത്തുകയാണെങ്കിൽ ഒരുവിധ പ്രശ്നങ്ങൾക്കെല്ലാം അത് പരിഹാരമായിരിക്കും. നെക്സ്റ്റ് ഈസ് പ്രിവെൻറ്റ് ദ പെർമിയബിലിറ്റി, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആൻഡ് അഡോപ്റ്റ് പ്രോപ്പർ കോമ്പാക്ഷൻ, യൂസ് ഓഫ് മിനറൽ അഡ്മിക്സ്ചേഴ്സ്. ഇതെല്ലാം മിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. കോൺക്രീറ്റിലെ ഏറ്റവും അധികം നിയന്ത്രിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റിയാണ്. പെർമിയബിലിറ്റിയെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വാട്ടർ സിമെൻറ്റ് റേഷ്യോവും മറ്റൊന്ന് കോമ്പാക്ഷനുമാണ്. ഹയർ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വിൽ ഓൾവേസ് ലീഡ് ടു പെർമിയബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ദി കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. അതുകൊണ്ട് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് കോൺക്രീറ്റിലെ ഏറ്റവും അധികം നിയന്ത്രിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ പ്രോപ്പർ കോമ്പാക്ഷൻ വിത്തൗട്ട് സെഗ്രഗേഷൻ, അതും കൂടെ എടുത്തു പറയേണ്ടതാണ്. ഓവർ കോമ്പാക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്രഗേഷനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളും കൺട്രോളിങ് ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആൻഡ് അഡോപ്റ്റിംഗ് പ്രോപ്പർ കോമ്പാക്ഷൻ മെത്തേഡ് ഈസ് ഹൈലി എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ദി പെർമിയബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്, ബോത്ത് വാട്ടർ പെർമിയബിലിറ്റി ആസ് വെൽ ആസ് എയർ പെർമിയബിലിറ്റി. ഇതിന് സഹായകരമായി ചില മിനറൽ അഡ്മിക്സ്ചേഴ്സ് അതല്ലെങ്കിൽ കെമിക്കൽ അഡ്മിക്സ്ചേഴ്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. മിനറൽ അഡ്മിക്സ്ചേഴ്സായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഫ്ലൈ ആഷും സ്ലാഗുമാണ്, GGBSുമാണ്. പക്ഷേ അത് കൂടാതെ അനേകം കെമിക്കൽ അഡ്മിക്സ്ചേഴ്സും മാർക്കറ്റിൽ ലഭ്യമാണ്. നെക്സ്റ്റ് ഈസ് വാട്ടർ പ്രൂഫിംഗ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു അറസ്റ്റ് പെർമിയബിലിറ്റി. കോൺക്രീറ്റ് എത്ര കെയർ എടുത്ത് ചെയ്താലും അല്പം പെർമിയബിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാട്ടർ പ്രൂഫിംഗ് നടത്തുന്നത്. വാട്ടർ പ്രൂഫേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സീലൻസ്, മറ്റൊന്ന് സീലേഴ്സ്. സീലൻസ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെങ്കിൽ കോൺക്രീറ്റിനകത്തുള്ള വോയിഡ്സിൽ പെർമിയേറ്റ് ചെയ്തിട്ട് എല്ലാ വോയിഡ്സും ഫിൽ ചെയ്യുക എന്നതാണ്. സീലേഴ്സ് ചെയ്യുന്നത് സർഫസിലെ ഒരു ഇംപെർമിയബിൾ ലെയർ കോട്ടിംഗ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ സൂട്ടബിളായിട്ടുള്ള അഡ്മിക്സ്ചേഴ്സ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ സൂട്ടബിളായിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് അല്ലെങ്കിൽ പെർമിയബിലിറ്റി റിഡക്ഷൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഇൻക്രീസ് ദ കവർ ഓഫ് ദ കോൺക്രീറ്റ് ഇൻ സിവിയർ എക്സ്പോഷർ കണ്ടീഷൻസ്. IS കോഡിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓരോ തരം എക്സ്പോഷർ കണ്ടീഷനും കൊടുക്കേണ്ട കവർ എത്രയാണ്. കവർ കോൺക്രീറ്റിനെ നമ്മൾ പൊതുവിൽ വിളിക്കുന്നത് കവർ ക്രീറ്റ് എന്നാണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ അതുപോലെ മെറൈൻ എൻവയൺമെൻറ്റ് എന്നീ ഇടങ്ങളിലെല്ലാം കവർ കോൺക്രീറ്റിൻ്റെ തിക്നെസ് അല്പം വർദ്ധിപ്പിക്കേണ്ടതാണ്. മിനിമം കവർ തിക്നെസ് ഷുഡ് ബി 50 mm in the case of severe exposure conditions. Then coat the reinforcement with epoxy materials. പലതരം എപ്പോക്സി കോട്ടിംഗ് മെറ്റീരിയൽസ് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത് റെയിൻഫോഴ്സ്മെൻറ്റിന് മുകളിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ അഗ്രസീവ് എൻവയൺമെൻറ്റിൽ നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് പ്രോപ്പർ ക്യൂറിംഗ് ഈസ് എ മീൻസ് ഫോർ ഇംപ്രൂവിങ് ഡ്യൂറബിലിറ്റി. വളരെയധികം ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിഡക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, മറ്റൊന്ന് പ്രോപ്പർ ക്യൂറിംഗ്. വെള്ളം ചേർക്കാൻ പാടില്ലാത്ത സമയത്ത് വെള്ളം ചേർക്കുകയും വെള്ളം ഒഴിക്കേണ്ട സമയത്ത് അതായത് ക്യൂറിംഗ് നടത്തേണ്ട സമയത്ത് ക്യൂറിംഗ് നടത്താതിരിക്കുകയും ചെയ്യുന്നതാണ് കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് ടെമ്പറേച്ചർ ക്രാക്കാണ്. ടെമ്പറേച്ചർ ക്രാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ എൻഫോഴ്സ്മെൻറ്റ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രോപ്പറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ടെമ്പറേച്ചർ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ക്രാക്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ യൂസ് ഓഫ് സ്റ്റീൽ ഫൈബേഴ്സ് ഇൻ ദ കോൺക്രീറ്റ്. സ്റ്റീൽ ഫൈബേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ടഫ്നെസ് കാര്യമായിട്ട് വർദ്ധിക്കും. സ്റ്റീൽ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കാര്യമായിട്ട് വർദ്ധിക്കുകയില്ലെങ്കിലും കോൺക്രീറ്റിൻ്റെ ടഫ്നെസ്സിനെ വർദ്ധിപ്പിക്കുന്നതിന് സ്റ്റീൽ ഫൈബർ കോൺക്രീറ്റ് വളരെ സൂട്ടബിളാണ്. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊറോഷൻ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സാണ്. എല്ലാ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വെദർ ഇറ്റ് ഈസ് റെയിൻഫോഴ്സ്മെൻറ്റ് ഓർ എനി അതർ സ്റ്റീൽ സ്ട്രക്ചർ, the main risk or the main problem is its corrosion.
ഇപ്പോൾ കൊറോഷൻ്റെ വിവിധ കാരണങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റസ്റ്റിംഗ് ആണ്. റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അയണിനുണ്ടാവുന്ന ഓക്സിഡേഷനാണ് റസ്റ്റിംഗ്. മറ്റൊന്ന് ഇലക്ട്രോളിറ്റിക് കൊറോഷനാണ്. നമ്മുടെ സ്റ്റീല് പ്യുവർലി അയൺ മാത്രമല്ല, അതിനകത്ത് പല ഇമ്പ്യൂരിറ്റീസിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഹയർ ആൻഡ് ലോവർ ലെവലിൽ കിടക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ റെയിൻഫോഴ്സ്മെൻറ്റിനകത്തോ അല്ലെങ്കിൽ സ്റ്റീൽ മെമ്പറിനകത്തോ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മോയിസ്റ്റ് എൻവയറമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോളിസിസ് വഴിക്കുള്ള കൊറോഷൻ നടക്കും. മറ്റൊന്ന് പിറ്റിംഗ് കൊറോഷനാണ്. പിറ്റിംഗ് കൊറോഷൻ എന്ന് പറയുന്നതാണ് കുഴിത്തുരുമ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മറൈൻ എൻവയറമെൻറ്റുള്ള സ്ട്രക്ചേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രത്യേക സർഫസിലും ഇങ്ങനെ കുഴിഞ്ഞ് തുരുമ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ തുരുമ്പ് അഥവാ റസ്റ്റിംഗ് ഏത് വിധേന സംഭവിച്ചാലും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് അയൺ സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ക്രോസ് സെക്ഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ക്രോസ് സെക്ഷൻ ഏരിയ നഷ്ടപ്പെടുന്നത് മൂലം അതിൻ്റെ സ്ട്രെങ്ത്തിന് കാര്യമായിട്ടുള്ള ബലക്ഷയം സംഭവിക്കും. നെക്സ്റ്റ്, എക്സ്പോഷർ കണ്ടീഷൻസാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആക്സിലറേറ്റ് ചെയ്യുന്നത് എക്സ്പോഷർ കണ്ടീഷൻസാണ്. ഒന്ന് പ്രധാനമായിട്ടും സലൈനിറ്റി, ഉപ്പുരസമുള്ള അന്തരീക്ഷത്തിൽ ലവണാംശം വെള്ളത്തിലോ അല്ലെങ്കിൽ വായുവിലുള്ള മോയ്സ്ചറിലോ തങ്ങി നിൽക്കുന്നത് മൂലമാണ് ഒരു രീതിയിൽ കൊറോഷൻ ഉണ്ടാവുന്നത്. മറ്റൊന്ന് എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ. വെള്ളത്തിലും വായുവിലും അതുപോലെ ഭൂമിയിലുമുള്ള പൊല്യൂഷൻ കാരണം കൊണ്ടാണ് ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനും റെയിൻഫോഴ്സ്മെൻറ്റിനും കൊറോഷൻ ഉണ്ടാവുന്നത്. ആസിഡ് റെയിൻ, സൾഫേറ്റ് അറ്റാക്ക്, കാർബണേഷൻ തുടങ്ങിയവയെല്ലാം റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കൊറോഷന് കാരണമാണ്. മറ്റൊന്ന് പെർമിയബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് ക്രാക്സ്. കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. കോൺക്രീറ്റ് പെർമിയബിൾ ആയാൽ അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ മാത്രമല്ല റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കൊറോഷനെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെയും സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെയും കൊറോഷൻ എങ്ങനെ തടയാം എന്നുള്ളതാണ്. ഇപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റിൽ മിനിമൈസിങ് ദ പെർമിയബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് ആണ് ഒരു സൊല്യൂഷൻ. കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെയിൻഫോഴ്സ്മെൻറ്റിന് മുകളിലേക്കുള്ള ക്ലോറൈഡ് അയോൺസിൻ്റെയോ അതല്ലെങ്കിൽ വാട്ടറിൻ്റെയോ അതല്ലെങ്കിൽ എയറിൻ്റെയോ പെർമിയേഷൻ നമുക്ക് തടയാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, എല്ലാ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു കോമൺ മെത്തേഡാണ് കാത്തോഡിക് പ്രൊട്ടക്ഷൻ. ഇത് കെമിസ്ട്രി ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാക്രിഫിഷ്യൽ ആനോഡ് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചറിനെ കാത്തോഡാക്കി കീപ്പ് ചെയ്യുകയും ചെയ്താലേ നമുക്ക് ഇലക്ട്രോളിസിസ് മൂലമുണ്ടാകുന്ന കൊറോഷനെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, കോൺക്രീറ്റിന് മുകളിൽ ഒരു എപ്പോക്സി കോട്ടിംഗ് നൽകുകയാണ്. നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ കൊറോഷൻ തടയുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ ഒന്ന് കാത്തോഡിക് പ്രൊട്ടക്ഷനാണ്, അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. മറ്റൊന്ന് സർഫസ് ക്ലീനിങ്. സർഫസ് വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊറോഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ഗാൽവനൈസിംഗ് ആണ്. സിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ, ഗാൽവനൈസ് ചെയ്യുകയാണെങ്കിൽ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് പ്രചാരത്തിലുള്ള മറ്റൊരു ടെക്നിക്കാണ് പൗഡർ കോട്ടിംഗ്. അപ്പോൾ ഈ പൗഡർ കോട്ടഡ് ഷീറ്റുകൾ വന്നതിന് ശേഷം GI ഷീറ്റുകൾക്ക് പകരമായി ധാരാളമായി പൗഡർ കോട്ടഡ് ഷീറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് കൊറോഷൻ തടയുന്നതിന് വളരെയധികം അനുയോജ്യവുമാണ്. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ഡിഫക്ട്സ് ഇൻ ഫ്ലോറിംഗ് ആണ്. കോമൺ ഡിഫക്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ് ഒരു ഗുഡ് ഫ്ലോറിന് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെൻറ്റ്സ് എന്നതാണ്. ഇപ്പോൾ ഗുഡ് ഫ്ലോറിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നോൺ സ്ലിപ്പറിനെസ്, സ്ലിപ്പ് ചെയ്യാതിരിക്കാനുള്ള ഒരു സൗകര്യം. നെക്സ്റ്റ്, ഈവൺനെസ്, ഫ്ലോറിൻ്റെ സർഫസ് ലെവലായിരിക്കണം അതല്ലെങ്കിൽ ഈവൺ ആയിരിക്കണം. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ടു അബ്രേഷൻ, വെയർ ആൻഡ് ടയറിന് ഉള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ദെൻ ഫ്രീ ഫ്രം ഡാമ്പ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹൈജീനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഫ്ലോർ സർഫസ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡാമ്പ്നെസ്. നെക്സ്റ്റ് ഈസ് ഈസിനെസ് ഫോർ ക്ലീനിങ്. ഫ്ലോറിലാണ് നമ്മൾ നടക്കുന്നതും നമ്മുടെ ആക്ടിവിറ്റികളെല്ലാം ചെയ്യുന്നതും ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോർ വളരെ രീതിയിൽ ഡർട്ടി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലോർ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഈസിനെസ് ഓഫ് ക്ലീനിങ് ആണ് ഫ്ലോറിനുണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണം. ദെൻ ഓഫ് കോഴ്സ് ഡ്യൂറബിലിറ്റി, ഈടുള്ളതായിരിക്കണം ഫ്ലോറിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്. ആൻഡ് ഫൈനലി ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. നെക്സ്റ്റ്, കോമൺ ഡിഫക്ട്സ് എന്തൊക്കെയാണ് ഫ്ലോറിൽ കാണുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വെരി കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം ഡാമ്പ്നെസ് ആണ്. ഫ്ലോറിൽ, പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ PCC നൽകാത്തത് മൂലം അല്ലെങ്കിൽ ഒരു ഡാം പ്രൂഫ് കോഴ്സ് നൽകാത്തത് മൂലം റൈസിങ് ഡാമ്പ്നെസ്, കപ്പിലറി റൈസ് മൂലം സബ്സോയിലുള്ള സോയിലിൽ നിന്ന് ഡാമ്പ്നെസ് സർഫസിലേക്ക്
റൈസ് ചെയ്ത് വരുന്നതാണ് കാണുന്നത്. പ്രത്യേകിച്ച് വാട്ടർ ടേബിൾ ഹൈ ആയിട്ടുള്ള ഇടങ്ങളിലാണ് റൈസിങ് ഡാമിനെസ് മൂലമുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് കാണുന്നത്. അതിനുള്ളൊരു പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ഡാം പ്രൂഫ് കോഴ്സ് നൽകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ സ്ലിപ്പറിനെസ്. ഫ്ലോർ വെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോർ എക്സസീവ്ലി സ്മൂത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പറിനെസ് ഉണ്ടായിരിക്കും. മറ്റൊന്ന് വെയർ ആൻഡ് ടയറാണ്. ട്രാഫിക് കൂടുതലുള്ള ഫ്ലോറുകളിൽ വെയർ ആൻഡ് ടയർ വളരെ കൂടുതലായിരിക്കും. വർക്ക്ഷോപ്സ്, ഗാരേജസ്, വെയർ ഹൗസുകൾ, അതുപോലെ പബ്ലിക് ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റലിൻ്റെ വരാൻഡ അങ്ങനെയുള്ള ഇടങ്ങളിൽ, അതുപോലെ സ്റ്റെയർ കേസ്, അങ്ങനെ ട്രാഫിക് കൂടുതലുള്ള ഇടങ്ങളിലെല്ലാം വെയർ ആൻഡ് ടയർ വളരെ കൂടുതലായിരിക്കും. മറ്റൊന്ന് അൺഈവൺനെസ്. ഫ്ലോറിൻ്റെ ലെവല് ഈവൺ അല്ലാതിരിക്കുക, അതിനെയാണ് അൺഈവൺനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്രാക്കിംഗ്. പല രീതിയിൽ ക്രാക്കുകൾ ഫ്ലോറിൽ വരുന്നുണ്ട്. എക്സ്പാൻഷൻ കാരണം കൊണ്ട് ക്രാക്ക് ഉണ്ടാവാം, അതല്ലെങ്കിൽ റഫായിട്ടുള്ള ജ്യൂസ് കാരണം കൊണ്ട് ഫ്ലോറിൽ ക്രാക്ക് ഉണ്ടാവാം. ദീസ് ആർ ദ കോമൺ ഡിഫക്ട്സ് നോട്ടീസ്ഡ് ഇൻ ഫ്ലോർ. ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഫോർ ദി ഡിഫക്ട്സ് ഇൻ ഫ്ലോറിംഗ്. ഫ്ലോറിൽ അല്ലെങ്കിൽ ഫ്ലോറിങ്ങിലുള്ള ഡിഫക്ട്സിനെ എങ്ങനെയാണ് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കുക എന്നതാണ്. ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് ഹാർഡ് ആൻഡ് റെസിലിയൻ ഫ്ലോറിംഗ് മെറ്റീരിയൽ. ഹാർഡ്നെസ് വളരെ ആവശ്യമാണ്. വെയർ ആൻഡ് ടയറിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്ലോറിന് ആവശ്യമായ ഹാർഡ്നെസ് ആവശ്യമാണ്. വിക്ട്രിഫൈഡ് ടൈലിന് അതല്ലെങ്കിൽ ഗ്രാനൈറ്റ് എന്നീ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് എല്ലാം നല്ല ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽസാണ്. അതേസമയം സിറാമിക് ടൈൽസിന് അത്രയും ഹാർഡ്നെസ് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ മാർബിളിന് അത്രയും ഹാർഡ്നെസ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ വിക്ട്രിഫൈഡ് ടൈൽസോ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹെവി ട്രാഫിക്കുള്ള വരാൻഡ അതല്ലെങ്കിൽ കോറിഡോറ്, സ്റ്റെയർ കേസ് ഇവിടങ്ങളിലെല്ലാം വിക്ട്രിഫൈഡ് ടൈലും ഗ്രാനൈറ്റും പ്രത്യേകമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാർഡ്നെസ് കൂടുതലായിട്ട് ലഭിക്കുന്നതും അതുപോലെ റെസിലിയൻ ഫ്ലോറിങ്ങും ആയിരിക്കും. നെക്സ്റ്റ്, നല്ല രീതിയിലുള്ള DPC ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ റൈസിങ് ഡാമിനെസ് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലേ ദ ഫ്ലോർ യൂസിങ് സ്പിരിറ്റ് ലെവൽ. ഇത് ഫ്ലോറിൻ്റെ ഈവൺനെസ് കീപ്പ് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഫ്ലോറിൻ്റെ ലെവലിൽ അണ്ടുലേഷൻസ് വരുമ്പോൾ ക്ലീൻ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നടക്കുമ്പോഴുള്ള അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് അതിൻ്റെ ഈവൺനെസ് ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ്, യൂസ് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് റിക്വയർഡ് ഫ്രിക്ഷൻ. പ്രത്യേകിച്ച് സ്റ്റെയർ കേസ് അതല്ലെങ്കിൽ വരാൻഡ അതല്ലെങ്കിൽ പുറത്തുള്ള വെറ്റാവാൻ സാധ്യതയുള്ള സ്റ്റെപ്സ്, ഇവയിലെല്ലാം നല്ല ഫ്രിക്ഷനുള്ള മെറ്റീരിയൽ വേണം ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാനായിട്ട്. പ്രത്യേകിച്ച് റാമ്പിലൊക്കെ നമുക്ക് സ്ട്രെച്ചർ അല്ലെങ്കിൽ ട്രോളി ഉന്തി കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അവിടെയെല്ലാം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ലഭിക്കുന്ന മെറ്റീരിയൽസ് വേണം ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാനായിട്ട്. യൂസ് ഫ്ലോറിംഗ് ദാറ്റ് ആർ ഈസി ടു ക്ലീൻ ചെയ്യുന്നതിനുള്ള ഈസിനെസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് കഴിയുന്നത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ടൈൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇഫ് ദ സർഫസ് ഈസ് ഈവൺ ആൻഡ് സ്മൂത്ത് ഇറ്റ് ഈസ് വെരി ഈസി ടു ക്ലീൻ. ദെൻ ഫിൽ ദ ടൈൽ ജോയിൻറ്റ്സ് വിത്ത് അപ്പോക്സി. പ്രത്യേകിച്ച് ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടൈലിൻ്റെ ജോയിൻറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെറ്റ്നെസ് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ടൈല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഇടുന്നതിന് പകരം അല്പം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ടൈൽ സ്പേസർ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്സ് വാങ്ങിക്കാൻ കിട്ടും. ആ ടൈൽ സ്പേസേഴ്സ് വെച്ചുകൊണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ടൈല് ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോയിൻറ്റ്സിലെല്ലാം നമുക്ക് എപ്പോക്സി ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇൻ കണ്ടിന്യൂസ് സിമെൻറ്റ് ഫ്ലോറിങ് അവിടെ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പഴയ രീതിയിലുള്ള ഫ്ലഷിംഗ് കോട്ട് വെച്ചിട്ടുള്ള സിമെൻറ്റ് ഫ്ലോറിങ്ങിൽ ക്രാക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത്രെഡ് ഉപയോഗിച്ച് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈനർ ക്രാക്സിൻ്റെ സ്പ്രെഡ് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ മാർബിൾ അല്ലെങ്കിൽ ടെറസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊസൈക്ക് ഫ്ലോറിങ് ഇപ്പോൾ തീരെ അധികം ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് മാർബിൾ ഫ്ലോറിങ്ങിൻ്റെ ഉപയോഗവും കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻസ്യൂറ്റീവായിട്ട് പോളിഷ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പോളിഷിങ്ങിൽ ഫ്ലോറിൻ്റെ ഈവൺനെസ് കീപ്പ് ചെയ്യാനായിട്ട്, ഫ്ലോറിൻ്റെ ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫക്ട്സ് ഡ്യൂ ടു ഫയർ ആണ്. കോസസ് ഓഫ് ദ ഫയർ ആൻഡ് ദ ഡിഫക്ട്സ് ഡ്യൂ ടു ഫയർ. അതിലാദ്യം ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ദ എലിവേറ്റഡ് ടെമ്പറേച്ചർ കോസസ് കമ്പസ്റ്റൻ ഓഫ് മെറ്റീരിയൽ. ഫയർ കാരണം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കമ്പസ്റ്റൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. സ്ട്രക്ചറൽ മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് വുഡൻ മെമ്പേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസോ തീയിൽ വെന്ത് നശിച്ചു പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ്, ഇൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എക്സസീവ് ടെമ്പറേച്ചർ ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ഫയർ വിൽ കോസ് എക്സസീവ് എക്സ്പാൻഷൻ റിസൾട്ടിങ് ഇൻ ബെൻഡിങ് ഓഫ് ദ മെമ്പേഴ്സ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഫയർ റെസിസ്റ്റൻ്റ് ആണെങ്കിലും ഹയർ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻസ് വളരെ കൂടുതലായിരിക്കും.
അപ്പോൾ അതിൻ്റെ ബോൾട്ടിലോ അല്ലെങ്കിൽ റിവിറ്റിലോ കണ്ടെയ്ൻ ചെയ്യാവുന്ന ലിമിറ്റിലായിരിക്കില്ല അതിൻ്റെ എക്സ്പാൻഷൻ. അങ്ങനെ എക്സസീവായിട്ടുള്ള എക്സ്പാൻഷൻസ് ഉണ്ടാകുമ്പോൾ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ബെൻഡ് ചെയ്യുകയും അങ്ങനെ കൊളാപ്സിന് ഇടയാകുകയും ചെയ്യും. വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം ഇടിച്ചപ്പോഴും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ തുടർന്നുണ്ടായ ഹൈ ടെമ്പറേച്ചറുള്ള ഫയറാണ് ആ സ്ട്രക്ചറിൻ്റെ കൊളാപ്സിന് കാരണമായി തീർന്നത്. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരു സ്റ്റീൽ സ്ട്രക്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇമ്പാക്റ്റ് ഫോഴ്സ്, വിമാനം ഇടിച്ചപ്പോഴുള്ള ഇമ്പാക്റ്റ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും തുടർന്നുണ്ടായ വൻ അഗ്നിബാധയിൽ സ്റ്റീൽ സ്ട്രക്ചറിന് എക്സ്പാൻഷൻ സംഭവിക്കുകയും അങ്ങനെ ആ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യുകയുമായി ഉണ്ടായത്. ഇൻ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് അബൌവ് 200 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിസിൻറ്റഗ്രേഷൻ. 200 ഡിഗ്രി വരെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഹോമോജീനിയസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ സാധാരണ എപ്പോഴും കോൺക്രീറ്റിനെ പറയുന്നതാണ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മെമ്പർ എന്നുള്ളത്. പക്ഷേ ഹോമോജീനിയസ് എന്ന് പറയുമ്പോഴും കോൺക്രീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്. ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചർ കോൺക്രീറ്റ് വിൽ, എസ്പെഷ്യലി RCC will behave like a homogeneous structure, but when the temperature goes beyond 200 degrees Celsius it will have differential expansion. Concrete and steel will have differential expansion and it will start disintegrating. നെക്സ്റ്റ് ഫയറിനുള്ള മെയിൻ റീസൺ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വയറിംഗ് നടത്തുമ്പോഴും ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് കണക്ട് ചെയ്യുമ്പോഴും ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ELCB, MCB തുടങ്ങിയ സേഫ്റ്റി ഗാഡ്ജറ്റ്സ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഫയർ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്മോക്ക് ഉണ്ടാവും. അപ്പോൾ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫയറിനുള്ള സാധ്യത മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ലോസ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ്. ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് 200 ഡിഗ്രിക്ക് മുകളിലാണ്. 600 ഡിഗ്രിയിൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി സബ്സ്റ്റാൻഷ്യൽ ഡിക്രീസ് ഇൻ ദ ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. അതുകൊണ്ട് 600 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ പിന്നെ ആ സ്ട്രക്ചർ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഡിമോളിഷ് ചെയ്തിട്ട് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്. നെക്സ്റ്റ് ഈസ് ഫയർ ഡാമേജസ് ബിൽഡിംഗ് ഫാബ്രിക്, ഓർണമെൻ്റൽ വർക്ക്സ്, പെയിൻറ്റിങ് എക്സെട്ര. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ ആയിരിക്കും. പല മെറ്റീരിയൽസും ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ആയിരിക്കും. അതിൻ്റെ കുറേ ഓർണമെൻ്റൽ വർക്ക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്ട്രക്ചറിനെ ബാധിക്കുന്നതിന് കൂടാതെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികളെ അല്ലെങ്കിൽ ഇത്തരം നിർമ്മിതികളെ കാര്യമായിട്ട് ഫയർ ബാധിക്കും. നെക്സ്റ്റ് ഈസ് ലോസ് ഓഫ് വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ഈസ് അനദർ എഫക്റ്റ് ഓഫ് ദ ഫയർ. ഒരു ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനുണ്ടാകുന്ന ഡാമേജിനേക്കാൾ ഉപരിയായിട്ട് ആ ബിൽഡിങ്ങിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പല വാല്യുബിളായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനും പല വാല്യുബിളായിട്ടുള്ള മെറ്റീരിയൽസിനും തീപിടുത്തത്തിൽ നഷ്ടം സംഭവിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നൊരു പോയിൻ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മീൻസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ വിൽ റെഡ്യൂസ് ടു ഹാഫ്. ഒരു മെറ്റീരിയലിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് പകുതിയിൽ താഴെ വരുന്നത് എത്ര ഡിഗ്രിയിലാണോ അതിനെയാണ് ആ മെറ്റീരിയലിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. സാധാരണയായി കോൺക്രീറ്റിൻ്റെ പ്രത്യേകിച്ച് RCCയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ കണക്കാക്കുന്നത് 600 ഡിഗ്രിയാണ്. അപ്പോൾ 600 ഡിഗ്രിയിൽ എക്സീഡ് ചെയ്യുന്ന ഒരു ഫയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കോൺക്രീറ്റ് സ്ട്രക്ചർ പിന്നെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നെക്സ്റ്റ്, ഫയറിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 things ആർ റിക്വയർഡ് ഫോർ കോസിങ് എ ഫയർ. 3 കാര്യങ്ങൾ ഒരു തീ ഉണ്ടാകുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, ഫ്യൂവൽ അഥവാ കമ്പസ്റ്റിബിൾ മെറ്റീരിയൽസ്, ബേൺ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, തീപിടുത്തം ഉണ്ടാവണമെങ്കിൽ എയർ അല്ലെങ്കിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. മറ്റൊന്ന്, ഒരു ഇഗ്നീഷൻ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ, ഒരു ഫ്ലെയിം അതല്ലെങ്കിൽ ഫ്ലെയിം ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഫയറിനെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മോഡ്യൂളിൻ്റെ അവസാന ഭാഗം, അതായത് 3-ാം ഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഓഫ് ഫയർ. ഒരു ഫയർ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അത് റെമഡി ചെയ്യുന്നുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യത്തെ പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത് ഫയർ ലോഡ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫയർ ലോഡ് എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഇൻ എ ബിൽഡിംഗ് ഈസ് നോൺ ആസ് ഇറ്റ്സ് ഫയർ ലോഡ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിലുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ലോഡിനെയാണ് ഫയർ ലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയറിനെ അഗൻസ്റ്റ് ഇൻഷുർ ചെയ്യുമ്പോൾ
അതിൻ്റെ പ്രീമിയം നിശ്ചയിക്കുന്നത്, എത്ര രൂപ ഈ ഫയർ ഇൻഷുറൻസിന് അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫയർ ലോഡ് കണക്കാക്കിയിട്ടാണ്. ഇപ്പോൾ വുഡൻ മെമ്പേഴ്സ് കൂടുതലുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫയർ ലോഡ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഫയർ ഇൻഷുറൻസും കൂടുതലായിരിക്കും. ഇപ്പോൾ തീ പിടിക്കാത്ത വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫയർ ലോഡ് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് എൻകാപ്സുലേറ്റിംഗ് ദ സ്ട്രക്ചേഴ്സ് വിത്ത് ഫയർ റെസിസ്റ്റൻറ്റ് ഓർ ഫയർ റിട്ടാർഡിംഗ് മെറ്റീരിയൽസ്. തീയിനെ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിനെ എൻകാപ്സുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, പൊതിയുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ആ മെറ്റീരിയലിനെ ഫയർ റെസിസ്റ്റൻ്റായിട്ട് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ കോൺക്രീറ്റിനെ ഉപയോഗിച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫയർ റെസിസ്റ്റൻസ് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതും ഫയർ റെസിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഫയർ അല്ലെങ്കിൽ തീ പിടിക്കുവാൻ ഇടയുള്ള നിർമ്മാണ പ്രവൃത്തികളെ കവർ ചെയ്യുകയാണെങ്കിൽ അതും ഒരു മാർഗ്ഗമാണ്. ആസ്പെറ്റോസ് മറ്റൊരു ഫയർ റിട്ടാർഡിംഗ് മെറ്റീരിയലാണ്. അതുപോലെ സ്റ്റീൽ മെമ്പേഴ്സ് അതുപയോഗിച്ചിട്ടും ചില സ്ട്രക്ചേഴ്സിനെ കവർ ചെയ്യുകയാണെങ്കിൽ അതിന് ഫയർ റെസിസ്റ്റൻസ് നൽകാനായിട്ട് സാധിക്കും. ദെൻ പ്രൊവൈഡിങ് എ സാക്രിഫിഷ്യൽ സെക്ഷൻ. ഇത് കഴിഞ്ഞ സെക്ഷനിൽ രണ്ടാം ഭാഗത്ത് വുഡൻ റൂഫിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അഡീഷണൽ സെക്ഷൻ സ്ട്രക്ചറൽ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീപിടുത്തം ഉണ്ടായാലും പുറം വശം അല്പം തീ പിടിച്ചാൽ തന്നെയും ആ സ്ട്രക്ചർ സേഫ് ആക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടു പ്രിവെൻറ്റ് ഫയർ, നേരത്തെ പറഞ്ഞ 3 കമ്പോണൻസിലെ ഏതിനെങ്കിലും ഒന്നിനെ റിമൂവ് ചെയ്യുന്നതാണ്. ഐദർ റിമൂവ് ദ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഓർ അവോയ്ഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ എയർ, ദെൻ പ്രിവെൻറ്റ് ഓർ റെഡ്യൂസ് ഹൈ ടെമ്പറേച്ചർ. ഇത് 3 മാർഗ്ഗങ്ങളിൽ അവലംബിക്കുകയാണെങ്കിൽ ഫയർ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. യൂസ് സൂട്ടബിൾ ഫയർ ഫൈറ്റിംഗ് ടെക്നിക്സ്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ ഫയർ ഫൈറ്റിങ്ങിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണത്. ഒന്ന് സ്പ്രേയിങ് ഓഫ് വാട്ടർ. ഇതിൽ കൂടെ നമ്മൾ ലഭിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലോവറിങ് ഓഫ് ദ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കുറച്ച് നിർത്തുക. പക്ഷേ എല്ലാ സാഹചര്യത്തിലും നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസിൽ ഫയർ വരികയാണെങ്കിൽ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഓയിലിന് തീ പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ കീപ്പിംഗ് ദ മെറ്റീരിയൽ ഔട്ട് ഓഫ് കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ ഉള്ളതുകൊണ്ടാണല്ലോ തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യുക. അതിനാണ് ഫോം ജനറേറ്റ് ചെയ്യുന്ന ലിക്വിഡ്സ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായി ഓയിൽ ഫയർ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഫോം ജനറേഷൻ ഉപയോഗിക്കുന്നത്. ദെൻ പമ്പിങ് കാർബൺ ഡൈ ഓക്സൈഡ്. എക്സസീവായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റെക്ടിഫിക്കേഷൻ. അനലൈസ് ദ ലോസ് ഓഫ് ദ സ്ട്രെങ്ത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തുമാത്രം സ്ട്രെങ്ത് ഈ സ്ട്രക്ചറിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആദ്യം അനലൈസ് ചെയ്യണം. ഇഫ് ദ ഫയർ ഹാസ് ഒക്കേർഡ് ഇൻ എ സ്മോൾ ഓർ ലോക്കലൈസ്ഡ് ഏരിയ വിത്തൗട്ട് എനി സ്ട്രക്ചറൽ ഡാമേജ് ഇറ്റ് ക്യാൻ ബി റിപ്പയർഡ്. ലോക്കൽ ഏരിയയിൽ മാത്രമുള്ളൂ, അതല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള ഡാമേജ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് ദ ഫയർ ഹാസ് ക്രോസ്ഡ് ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഡിമോളിഷ് ദ സ്ട്രക്ചർ ആൻഡ് ഡു എ റീകൺസ്ട്രക്ഷൻ. ഇതാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിമോളിഷ് ദ സ്ട്രക്ചർ ആൻഡ് ഡു എ റീകൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസ് എന്ന ഇലക്റ്റീവ് സബ്ജക്റ്റിൻ്റെ ഡിപ്ലോമ സിലബസ് പ്രകാരവും അതിനനുസരിച്ച് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയുമാണ് ഈ പ്രസൻറ്റേഷൻസ് നടത്തിയിരിക്കുന്നത്. കണ്ടൻറ്റ് പൂർണ്ണമായും ഡിപ്ലോമ സിലബസിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. ഈ പ്രസൻറ്റേഷനിൽ അവതരിപ്പിച്ചിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. സോ താങ്ക് യു വെരി മച്ച്.